ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. പ്രിയമുള്ള സ്നേഹികളെ, അടുത്തായിട്ട് വരാൻ പോകുന്നത് അങ്ങനെയൊന്നും പറയില്ല. പരിപാടി തുടങ്ങിയാണപ്പാ. അപ്പാ പ്രതിഭ കയറിവാടാ. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത. പരിപാടി തുടങ്ങാൻ ഇവിടെ ആദ്യം ഒരു മലയാള ഗാനമാണ്. മലയാളം പറഞ്ഞ പ്രദീപ് എന്റെ പോന് അസാധ്യ ഗായകനാണ്. നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞാൽ മതി. എന്നെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന കാര്യമില്ല. എനിക്കിപ്പോൾ ഇതല്ലെങ്കിൽ എനിക്ക് വടി വെച്ച് പാടത്ത് വടി വെച്ച് പണം വളർത്തിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആശയത്ത് എന്നെ പറ്റിക്കാൻ നോക്കണ്ടേട്ടാ. എടാ നെഞ്ചോയുടെ ഗ്ലാസ് എന്ന് പറഞ്ഞാണ്ടല്ലേ ദീ സൈസായിരിക്കും. എന്തൊരവസ്ഥയല്ലേ, പറ്റിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കരകയറണം. നിങ്ങളുടെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ ടിക്കറ്റ് വെച്ച് നടത്താൻ കൊള്ളൂല. സ്വരസുധരാജിത നീലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിതന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിങ്ങു പ്ലിങ്ങു സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടേ. ഇത് എപ്പോഴായിരുന്നു എഴുതി? വീട്ടിലിരുന്നാണ് എഴുതുന്നത്? ഇല്ലായിട്ട് ഇത് ഈ ലളിതഗാനം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് ഞാൻ യാത്രകളിലാണ് കൂടുതലും. ഇപ്പൊ എനിക്ക് റൂം എടുത്ത് എഴുതാനൊന്നും നടക്കൂല. യാത്ര വണ്ടികൾ പോണ സമയത്തൊക്കെ നമുക്ക് കിട്ടും എന്തെങ്കിലും വരും. അപ്പൊ അങ്ങനെ കിട്ടിയൊരു പാട്ടാണ്. നമുക്ക് വരാപ്പുഴ വഴി ടച്ച് ചെയ്ത് എറണാകുളത്തേക്ക് വന്ന വഴി എനിക്ക് പറവൂരിനും വരാപ്പുഴ പാലം കയറുമ്പോ തന്നെ ഓരോ സംഭവം റെഡിയാവും പറയാം. അങ്ങനെ കുറച്ചൊക്കെ എഴുതിയിടും, പിന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഞാൻ സുധീറിന്റെ കുറേ പാരഡികൾ കേട്ടു, കേശവമാമനായിട്ട് വന്ന് പാടുന്ന. പക്ഷേ ഈ പാരഡികളിലുള്ള ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ കല്ലുകടിയില്ല, വളരെ ഫ്ലോ ആയിട്ട് പോകുന്ന പാരഡികളാണ് സുധീർ. MBBS എങ്ങാനും ചേർന്നിട്ടുണ്ടോ അടുത്തെങ്ങാനും? ഇല്ലാട്ടോ, ഞാൻ ചേട്ടനെ അറിയാവുന്നല്ലേ, ഞാൻ പോയിട്ടില്ല. അല്ല, കഴിഞ്ഞ ദിവസം ഒരു പാരഡി ആമാശയത്തെ കുറിച്ച് അതെഴുതി, അത് ശരിയാണ്. അത് വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ വെച്ച് ഒരു പടത്തിന്റെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്നുള്ളത്. അതിന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോലീസുകാരാണ് ഞങ്ങൾ രണ്ടുപേര്, ഒരു വിജയൻ ചേട്ടൻ ഞാനും ഉണ്ട്. അപ്പൊ ഷൂട്ടിംഗ് നടന്ന ഉച്ചക്ക് ടൈമിന് ഈ ഡയറക്ടർ പറഞ്ഞ് ഇനി സുധീരനും വിജയൻ ചേട്ടനും കൂടി വേണമെങ്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചോ, ബ്രേക്ക് ആവാറുണ്ട് പിന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിജയൻ ചേട്ടൻ എടുത്ത് പറഞ്ഞ് സുധീർ അത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ആമാശയത്തിനൊക്കെ അത് പ്രശ്നമുണ്ടാകും. എനിക്ക് അപ്പം തന്നെ ഇവര് ഞാൻ അപ്പം തന്നെ പാടേണ് ആമാശയം ഒരു വരി കിട്ടി. പിന്നെ ഞാനത് റൂമിൽ പോയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി പാടും. അപ്പൊ ഞാൻ വേറെ കാര്യം ചെയ്തു. ഞാൻ ഡോക്ടറായിട്ട് എടുത്തില്ലെങ്കിലും ഡോക്ടർ ആയില്ലെങ്കിലും എന്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഈ ആമാശയം എവിടെയാണ് ഇരിക്കണത്, ചെറുകുടലിന്റെ വൻകുടലിലേക്ക് ഏത് ഭാഗത്തായിട്ടാണ്, അതറിയണമല്ലോ നമുക്ക്. പിന്നെ അതിനെ വെച്ചിട്ടാണ് പിന്നീട് കരിക്കളം നീക്കിയത്. ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ മീതെ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേന്നിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. പിത്താശയക്കല്ല് തേങ്ങി ദഹനരസം കൊണ്ടുവാ. രോഗം വയറിനുള്ളിൽ കളകളനാദം. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം. സൂപ്പർ അല്ലേട്ടാ. ഇതിന്റെ ഈ കമന്റുകളൊക്കെ വരുമ്പോഴേ കുറെ പേര് കുറെയൊക്കെ മോശം ഇതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിലും കുറെ കമന്റുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ വരികൾ ഒറിജിനൽ മറന്നുപോയി എന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട്. കാരണം ഇപ്പൊ ശ്യാമാംബരം നേർത്തൊരു ചെറുകൂടൽ ഇങ്ങനെയൊക്കെ വരും. മാത്രമല്ല സുധീർ മനോഹരമായിട്ട് അത് പാടുകയും ചെയ്യും. പാട്ടുകാരനായിരുന്നല്ലോ, എനിക്കറിയാം. ഇതിന് ഒരുത്തം ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഒരു പാട്ട് എഴുതിയല്ലോ, ശ്രീരാഗമ വെച്ചിട്ട്. അതൊന്നും പഠിക്കാൻ. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത. കേശവാനിൻ മീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ. ചോറു തിന്നാ കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ.
കഴുകിടാനായി മോഹം കയ്യിൽ വേസ്റ്റ് പോലും ഇല്ലതേ ഇനിയുമീ ഹോട്ടലിൽ കയറാനായി മോഹം ശ്രീരാജുമായി വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാൻ പാൽ പായസം ചോറിൻ്റെ കൂടെ കറികളും അതിലേറെയ ആക്രാന്തമോടെ തിന്നു ഞാൻ വയറിൻ്റെ ഉള്ളിൽ സ്തംഭനം ഇനി ജ്യൂസൊരൽപ്പം മോന്തിട ശ്രീരാജുമാർ വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ. നന്നായിട്ട് പാടണ്ട, അതിന്റെ ഒരു ഭംഗി വേറെ ഉണ്ട്. പിന്നെ മന്നേട്ട ഈ പാണമ്പള്ളത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് വെറുതെ ഉണ്ടാക്കിയ ഒരു സാധനമല്ല, അതൊരാൾ പറഞ്ഞിരുന്ന സംഭവമാണ്. പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ വിനോദ് കടാമംഗലം, പിന്നെ പ്രദീപേട്ടൻ, മാളബാബു, അവരൊക്കെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ടീം. അപ്പോൾ ഒരു മാട്ടപ്പരിപാടി അന്നത്തെ ഹിറ്റാണ് അവർ പോണത്. അപ്പോൾ ഇടവനക്കാട് വിജയൻ ചേട്ടനുണ്ട്, ഓസ്കാറിലൊക്കെ വിജയൻ ചേട്ടൻ്റെ നാട്ടിൽ. വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചുറ്റും പാടങ്ങളും ഇതൊക്കെയുള്ള പുള്ള വീടിൻ്റെ ഏരിയ. പുള്ളി മീൻ പിടുത്തമൊക്കെ ഉണ്ട് അവിടെ, മീൻ പിടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വിജയൻ ചേട്ടൻ്റെ ആ ക്ലബ്ബിൽ, അവിടെയാണ് ക്ലബ്ബിൽ ഒരു പരിപാടി പുള്ളി പിടിച്ചൊക്കെ. അപ്പോൾ ഈ പ്രതിവേട്ടൻ എല്ലാവരും ചെന്നിട്ടുണ്ട് അവിടെ. ആ പുള്ളിയാണ് അനൗൺസർ. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രിയമുള്ള കലാസ്നേഹികളെ അടുത്തായിട്ട് വരാൻ പോകുന്നത് അങ്ങനെയൊന്നും പറയില്ല. പിന്നെ പുള്ളി പിടിക്കുന്ന സിമ്പിളായിട്ട് പുള്ളി പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ പ്രദീപ കയറിവാടാ. ഓ, ഇത് പ്രദീപൻ, ഏതായാലും പ്രദീപൻ അസലായിട്ട് അവൻ കുടിയും ചെയ്യും. പിന്നെ അതൊക്കെ ചെയ്യണത് നല്ല. പിന്നെ സ്റ്റാർ സത്യനൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ മാറിക്കടാ. വിനോദേ കയറിവാടാ. വിനോദ് ഒന്ന് അനൗൺസർ. അനൗൺസർ പുള്ളിയുടെ നാടല്ലേ, പുള്ളിക്ക് എന്ത് ഇത് അവർക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് വിനോദ്, നല്ല അസല് കാതികൻ, കഥാപ്രസംഗം ചെയ്യാൻ. അവൻ്റെ സ്റ്റാറിൻ്റെ അവൻ്റെ ഇതൊക്കെ ചെയ്യാനാണ്. പ്രധാനമന്ത്രി കേൾക്കണം. നല്ലൊരു കലാകാരനാണ്, അസാധ്യ കലാകാരനാണ്. ഇപ്പോഴത്തേക്ക് ഇടാ ബാബു കയറുവാ. ബാബുവിന് അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട്, അല്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവതാരകൻ നാട്ടിലായതുകൊണ്ട് പുള്ളി അങ്ങനെ. അത് നമ്മുടെ സോളോ അങ്കമാലിയിലെ അഞ്ചൻ അറിയാലോ, അഞ്ചൻ ഇതുപോലെ തന്നെ. അഞ്ചൻ ഇതുപോലെ ഒരു ചെറിയ തിളങ്ങണ ജുബിട്ടുകൊണ്ട് പരിപാടി തുടങ്ങാൻ ഇവിടെ ആദ്യം ഒരു മലയാള ഗാനമാണ്. മലയാളം പറഞ്ഞ പ്രദീപ് എൻ്റെ പോന് അസാധ്യ ഗായകനാണ് ഉള്ളത്. നിങ്ങൾ കേട്ടത് പറഞ്ഞാൽ മതി. ഇങ്ങനെ പറഞ്ഞ അഞ്ചനെ പുറത്തു ഒന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് പ്രദീപ്, വിനോദ് ഒന്ന്, ഇത് ബാബു അസല് നല്ല കോമഡിയനാണ്, വെച്ചിരിക്കും എല്ലാവരും. പിന്നെ എന്നെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ഇതല്ലെങ്കിൽ എനിക്ക് വടി വെച്ച് വാർത്ത വടി വെച്ച് പണം പടത്തിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാശ് കിട്ടും. പുള്ളി പറയുന്നത് എനിക്കിപ്പോൾ ഇതില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യമില്ലാന്ന്. എനിക്ക് വടി വെച്ച് പണം പടത്തി പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാശ് കിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞത് അതിൽ ഞാനത് ഡെവലപ്പ് ചെയ്ത് വേറെ മാറ്റിയെടുത്താണ്. ഞാൻ ഇവിടെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അത് വൻ നമ്മുടെ താരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, ഭയങ്കര കഥകളാണ്. എൻ്റെ ഇതിലൊരു കഥ എന്ന് പറയണതേ, ഈ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് രാജേഷ്. രാജേഷ് പറവൂരാണോ? അല്ല, ആ പറവൂരല്ല, ഇത് പറവൂർ തന്നെ. അവൻ വള്ളുള്ളി എന്ന് പറയും. ഞങ്ങൾ ഒന്നിച്ച് ആദ്യമായിട്ട് തുടങ്ങിയെന്ന് പറയാം മിമിക്രി അവൻ്റെ. അപ്പോൾ അവൻ്റെ വീട്ടിൽ പണ്ട് ഞങ്ങൾ പോണ സമയത്ത് അവിടെ ഒരു ചേട്ടൻ വരുമായിരുന്നു. ചേട്ടൻ വരുമ്പോൾ ഈ ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അടുത്തൊരു ഗ്ലാസ് ഇരിപ്പുണ്ട്, കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് കണ്ണട. അപ്പോൾ ഈ പുള്ളി വന്നിട്ട് നോക്കുമ്പോൾ ഈ കണ്ണട എടുത്തിട്ട് ഈ പുള്ളിക്കാരൻ കണ്ണിലിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കി വന്നപ്പോഴേക്കും രാജേഷ് ഇത് കണ്ടുവന്നു. രാജേഷ് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് താനെന്ത് പണിയാണ് കാണിച്ചത്? ഇടോ, അത് നെഞ്ചുവേനൊക്കെ വെക്കണ ക്ലാസ്സാണ് അത്. താൻ വെച്ചേക്കണ നെഞ്ചുവേനൊക്കെ വെക്കണ ക്ലാസ്സാണത്. പുള്ളി ഇത് ഊരിയിട്ടേ പൊന്നു കൂട്ടുകാരാ എന്നെ പറ്റിക്കാൻ നോക്കണ്ടേട്ടാ. എടാ, നെഞ്ചുവേനയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ദീ സൈസ് ആയിരിക്കും, ഈ കനം ഉണ്ടാവും. ഇനി ഇത് അത്ര ഒന്നുമില്ല, എന്നെ പറ്റിക്കില്ല മോനെ. പുള്ളി അത് ഇങ്ങനത്തെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. പിന്നെ പരിപാടിയിൽ കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഇത് പറഞ്ഞാൽ ജയദേവൻ കലവൂർ ഒരു പരിപാടി, ഒരു ദിവസം 2 പരിപാടി ഏറ്റൊക്കെയാണ്. ഡബിൾ ഷോ. ഇത് പുള്ളി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ജയദേവൻ അറിഞ്ഞിട്ടില്ല. ഇത് 2 പിടിച്ചേക്കേണ്ടത്. ഒരെണ്ണം വേറെ സ്ഥലത്ത്, ഒരെണ്ണം അത് അടുത്തടുത്താണ്. പിന്നെ ഉണ്ടാകും എന്തെങ്കിലും ചെയ്യാം. ഇതൊന്ന് ഇവിടെ, ഒന്ന് തിരുവല്ലയിൽ, ഒന്ന് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട്, നമ്മുടെ മുളന്തുരുത്തി പോലുള്ള ആ സ്ഥലത്തൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലണം തിരുവല്ലയിൽ. അപ്പോൾ അവിടെ എന്തോ 10-15 മണിക്കാണ് ഷോ വെച്ചേക്കണം അവർ. ഇവിടുത്തെ ഷോ കഴിഞ്ഞപ്പോഴേക്കും 12 ആയി. അപ്പോൾ അവിടെ കമ്മിറ്റിക്കാർ വിളി തുടങ്ങി. അപ്പോൾ ജയദേവൻ പറഞ്ഞ് എൻ്റെ അളിയൻ പിടിച്ചാണ് പരിപാടിയാണത്, നമ്മൾ ചെല്ലണം അവിടെ എല്ലാവരും. ചെന്നില്ലെങ്കിൽ അവർ ഞങ്ങൾ എന്ത് മണ്ടത്തിലാണ് 2 നിൽക്കാൻ പറയുന്നത്. എനിക്ക് പറ്റിപ്പോയി, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അവിടെ ചെല്ലണമെന്നാണ് പറയുന്നത് കമ്മിറ്റിക്കാർ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് തല്ലാനാണെന്നുള്ളത്. അവിടെ ചെല്ലാം. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾ വരാതിരിക്കുക, ചെന്നില്ലെങ്കിൽ അളിയനെ അവർ കൊല്ലും. അങ്ങനെ ഞങ്ങൾ കരയാണ്. അന്ന് എന്തായാലും ആട്ടെ അവിടെ ഇട്ട്
എന്നിട്ട് വേറൊരു ടീമിനെ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു നമ്മൾ, നല്ല ടീമിനെ തന്നെ കൊടുത്ത് അവരവിടെ കളിച്ച് കളിയൊക്കെ കിടന്നു അവിടെ മിമിക്രി നല്ല രീതിയിലേക്ക് പോയി. അപ്പോൾ ആ കളിയൊക്കെ അവസാനിച്ച് അവർ ഒക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി അപ്പോൾ അവിടെ എത്തി, സ്പോട്ടിലെത്തിയപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ആദ്യം കയറി. സാർ ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണത് ഇങ്ങനെ അവർ ചെന്നിട്ടേ പോകാമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ഫോളോ ചെയ്ത് വരാൻ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ചെന്നു. അപ്പോൾ ആൾക്കാരൊക്കെ കഴിഞ്ഞിങ്ങനെ പോവേണ്ട, അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കയറാനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒതുങ്ങി കിട്ടി ഏത് വഴിക്കാണെന്നുള്ള പ്രതീക്ഷയും ഉറപ്പാണ് സംഭവം, ചെന്നില്ല പറ്റിച്ചെന്നുള്ളതിൽ. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആരും ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്തില്ല. പരിപാടി കഴിഞ്ഞ് കമ്മിറ്റിക്കാരൊക്കെ വന്ന് വൈകി പോയില്ല ഞങ്ങൾ കൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് മറ്റവരൊക്കെ വിട്ട് പൈസ കൊടുത്തു വിട്ട് ഞാൻ തുടങ്ങി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ ഈ സൗണ്ടും ഈ സ്റ്റേജൊന്നും പൊളിക്കണില്ല, ഇത് കൊണ്ടുപോകണില്ല, ഇതിവിടെ തന്നെ നിന്ന് നിൽക്കും. എന്നിട്ട് നാളെ നിങ്ങൾ ഈ വേദിയിൽ തന്നെ പ്രോഗ്രാം ചെയ്യണം. ഞങ്ങൾ നാളെ അനൗൺസ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, നിങ്ങളുടെ ചിലവിൽ നാളെ അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുത്ത് ആൾക്കാരൊന്നുകൂടി വരുത്തിയിട്ട് നിങ്ങളുടെ ഷോ അത് കളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ശരി കുഴപ്പമില്ല, നാളെ ഇനിയിപ്പോൾ വേറെ ഒന്നും പറ്റിയില്ല, കളിക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങളെയും കൊണ്ട് ഒരു ടീം പോവുകയാണ്. പോയി അവിടെ ചെന്നിട്ടൊരു ഓടും വരാം, രാത്രിയാണല്ലോ, ഇവിടെ കിടന്നു നമ്മുടെ പുല്ലുവായൊക്കെയാണ് തന്നു. ലൈറ്റ് ഒന്നും അങ്ങനെ ഇല്ല, നോക്കിയിട്ട് കാണില്ല. ഇതൊക്കെ ചടിച്ച് ഒരു ബൾബായിട്ട് ഞങ്ങൾ തെളിഞ്ഞു. അതിൻ്റെ വെട്ടത്തിൽ ഞങ്ങൾ കാണുകയാണ് ഒരു വിറക് വരയിൽ ഞങ്ങൾ കൊണ്ടൊക്കെ എടുത്തു. ഇങ്ങനെ സിമെൻ്റൊക്കെ പോയിട്ട് കുഴിയില്ലേട്ടാ, ആ കുഴിയിലോട്ടൊക്കെയാണ് നമ്മുടെ തലയൊക്കെ പോയി വീണത്. തലയുടെ ഇല്ല കവളം മടലൊക്കെ വെച്ച് ശിക്ഷ മനഃപൂർവ്വമാണത്. ഞങ്ങള് ചെതലക്കരിച്ച കറക്റ്റ് പഴയ വീട്. ഞാൻ നേരം വെളുത്ത് എനിക്ക് പിന്നെ കിടന്ന് ഇനിയിപ്പോൾ ഒന്നും വേറെ വീടൊന്നും ചോദിക്കാൻ പറ്റില്ല നമുക്ക്, കാരണം വീടല്ല പറയല്ല. അവർ നമ്മളൊന്നും ചെയ്യണമല്ലോ സ്നേഹത്തോടെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പുറത്ത് നോക്കുമ്പോൾ കാണുന്ന ആഴ്ച നമ്മുടെ രാധാകൃഷ്ണനും ഉണ്ടെന്ന്. എന്തൊരവസ്ഥയല്ലേ, പറ്റിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കര കയറണം. കിണറ്റുമ്പക്കത്താണ് ഇനി ഇത് വെക്കണം. അപ്പോൾ പുള്ളി ബക്കറ്റില്ല, വെള്ളം എടുത്ത് കുളിക്കാൻ ബക്കറ്റ് വേണ്ടേ, കോരണ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോരണ ബക്കറ്റാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഈ നമ്മുടെ ഇതില്ല അതിരപ്പള്ളി വാഴച്ചാല് പോലെ വെള്ളച്ചാട്ടം കുറെ ഇതുമായിട്ട് ചാടൂലേ, അതുപോലെ കോരുമ്പോ പെട്ടെന്ന് കുളിക്കൊള്ളാം, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിൽ വെള്ളം മൊത്തം പോകും. ചോരണ തിരുമുടിച്ച ബക്കറ്റ്. ശിവദാസ് അവിടെ നിന്ന് തന്നെ കുളിക്കുകയാണ്, ഒരാഴ്ചനെ അതിന് വേണ്ടി ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്ത്. ചിലർ പല്ലിയാക്കണ പറമ്പിലൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് മറ്റൊരു കറക്റ്റ് അതുകൊണ്ട് റെഡിയാണോ ഫുഡ് കഴിക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവരുടെ ഇതൊക്കെ പിന്നെ നമ്മൾ നാണം കെട്ടാണ് കഴിക്കണേക്ക, തിരുവോണത്തിൻ്റെ ഒക്കെ എന്നാണ് എനിക്ക് തോന്നണത് ഏതോ. അവിടെ ചെന്ന് ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് സൗണ്ടൊക്കെ വന്ന് നമ്മുടെ സൗണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ സെറ്റാക്കി വണ്ടിയിരിക്കാണ് വന്നത്. സൗണ്ടടക്കം സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് അന്ന് ഓഡിയൻസൊക്കെ വന്നു, നല്ല ഓഡിയൻസ്, നിറഞ്ഞ ഓഡിയൻസ്. അന്ന് ഇതുപോലെ തന്നെ പരിപാടിക്ക് സൗണ്ടുകാരൻ എത്തിയിട്ടില്ല, അവൻ നാട്ടിൽ അവിടെ പോയിട്ട് വരുള്ളൂ, അവൻ വന്നിട്ടില്ല. നമ്മുടെ കൂടുതൽ ഇത് CD ഒക്കെ ചെയ്യണ ഒരു പയ്യുണ്ട്, അവനെ അറിയാമെന്ന് എത്തിയത്. അവൻ തന്നെ എല്ലാം മറ്റേ ഇത് ചെയ്യണോട്ട് ലൈറ്റും ഇതൊക്കെ അവൻ തന്നെ ചെയ്യണം എന്നിട്ട്. പക്ഷെ പരിപാടി പറഞ്ഞിട്ട് 100 വിജയിച്ചോളാം. പിന്നെ അടിപൊളിയായിട്ട് കയറി പൊളിഞ്ഞെങ്കിൽ തീർന്നു. ഒരു ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ പരിപാടിയൊക്കെ കൊള്ളാം പക്ഷെ ടിക്കറ്റ് വെച്ച് നടത്താൻ കൊള്ളൂല.